വർഷം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു വ്ളോഗർ ഈ ക്രൈമിനെ കുറിച്ച് സ്ഥിരമായിട്ട് ഇടുന്ന വ്ളോഗറാണ്. ഞാനുള്ള പേര് പറയുന്നില്ല, പറഞ്ഞാലും മിക്കവാറും ആളുകൾക്ക് അറിയാമായിരിക്കണം. അപ്പൊ ഇദ്ദേഹം എന്താന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളോട് പറയുന്നത് ആ പെൺകുട്ടി എന്തുമാത്രം വേദന അനുഭവിച്ചാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഓരോ അറ്റത്തിൽ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതിന്റെ എങ്ങനെയൊക്കെ മരിക്കപ്പെട്ടു എന്നുള്ള വേൾഡിലുള്ള എന്തൊക്കെയോ സ്റ്റോറീസ് എടുത്തിട്ട് കൃത്യമായ രീതിയിൽ ആ മരണത്തിന്റെ ഓരോ ഘട്ടങ്ങൾ വരുമ്പോഴേക്കും ഇത് കേട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരാളെ കൊല്ലാൻ തോന്നും, അല്ലെങ്കിൽ ഇത്രമാത്രം വേദന അനുഭവിക്കാൻ തോന്നും, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ക്രൂരത ചെയ്യാൻ തോന്നുമാറുള്ള തരത്തിലേക്ക് വന്നിട്ട് ഇതിനിടയ്ക്ക് ഓരോ ഇടയ്ക്ക് ഒരു സജഷൻ പോലെ പറയുന്നുണ്ട്. ഞാനിത് പറയുന്നത് ആ വ്യക്തി എന്തുമാത്രം വേദനയുള്ള കടന്നുപോയി എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണെന്ന് പറയുമ്പോഴും നമുക്ക് ആ ഇന്റൻഷൻ, അൾട്ടീരിയർ മോട്ടിവേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇദ്ദേഹം പറയാൻ പോകുന്നത് ഒരുപക്ഷെ ഡാർക്ക് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് കുറച്ചുകൂടി കണ്ടന്റ് റിച്ച് ആയിട്ട് പോരാണ്. അദ്ദേഹം ഫേമസ് ആണ്, വളരെ ഫേമസ് ആണ്. പക്ഷേ ആ ഒരു ലെവലിലേക്ക് വന്ന തരത്തിലുള്ള കണ്ടന്റ് വരുമ്പോൾ സൊസൈറ്റിയുടെ തോട്ട് പ്രോസസ്സ്, അവരുടെ നന്മ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് വരുന്നു. അവിടെ സംഭവിക്കപ്പെട്ടു പോകുന്നതിൻ്റെ അകത്തൊരു ഓഡിറ്റിംഗ് ഇല്ല, അല്ലെ എഡിറ്റിംഗ് ഇല്ല. ഈ രീതിയിലേക്ക് പലപ്പോഴുള്ള കണ്ടന്റുകൾ വരുമ്പോൾ അത് പറയുന്ന വ്യക്തിയുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂയോ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിലുള്ള എറേഴ്സ് ആയിട്ടാണ് പ്രൊജക്ട് ചെയ്ത്. അങ്ങനെ കണ്ടന്റുകൾക്ക് ഏജ് ഫാക്ടേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ഏത് പ്ലാറ്റ്ഫോം ആണോ ഇടുന്നത് ആ പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെ ആവുന്ന രീതിയിലാണത് യൂട്യൂബിൽ അഡ്വാൻസ് ആയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.